രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വ്രതം എന്തിനു വേണ്ടിയെന്നൊക്കെ എനിക്കറിയാം. പ്രണവിന് ശിവാനിക്കും നല്ല രീതിയിൽ കുഞ്ഞു പിറക്കുന്നതിന് വേണ്ടി ഷഷ്ടിവ്രതം എടുക്കുക നിധി. താങ്ക്സ് ചേട്ടത്തി. എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നത്? ഇവിടെ പ്രഗ്നന്റ് ആയിരിക്കുന്നതേ എന്റെ അമ്മാവന്റെ മകള് കൂടിയാ. അവളുടെ വയറ്റിൽ വളരുന്നതോ എന്റെ ഗൗതമിന്റെ കൂടപ്പിറപ്പിന്റെ കുഞ്ഞും. ഈശ്വരമംഗലത്തിന്റെ അനന്തരാവകാശിയാ വളർന്നു വരുന്നത്. അതിനുവേണ്ടി എന്ത് വ്രതവും ഉപവാസവും ഒക്കെ ഞാൻ എടുക്കും. ഇപ്പൊ നിധി എല്ലാ കാര്യങ്ങളും ഇവളോടെ പറയുന്നുള്ളൂ, എന്നോടൊന്നും പറയാറില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിധി. നിർമ്മലാന്റി, ശിവാനിക്കുള്ള ഫുഡ് എടുത്തിട്ട് വാ. എനിക്കുള്ള ഫുഡോ? അതെന്താ എനിക്ക് വേറൊരു ഫുഡ്? ഇനി തന്നേക്കാം. എന്തോന്നാ ഇത്? എന്തൊക്കെയാ കൊണ്ടുവച്ചിരിക്കുന്നത്? എനിക്കൊന്നും വേണ്ട ഇത്. എല്ലാരും കഴിക്കുന്ന ഫുഡ് തന്നെ മതി എനിക്ക്. ശിവാനി, നിന്റെ നമ്മുടെ കുഞ്ഞിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാ ഏട്ടത്തി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കഴിച്ചാ മതി. എന്റെ പ്രണവ് ഇതൊക്കെ കണ്ടിട്ട് തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. ഞാനിപ്പോ വോമിറ്റ് ചെയ്യും. അല്ല, വോമിറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലമ്മേ, ശിവാനി ഒരു തവണയും കണ്ടല്ലേ വോമിറ്റ് ചെയ്തിട്ടുള്ളൂ. സാധാരണ 1 മാസത്തോളം വോമിറ്റ് ചെയ്യേണ്ടതാണല്ലോ. അങ്ങനെയാണല്ലോ നിധി എന്നോട് പറഞ്ഞത്, അല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞത്, പക്ഷെ തെറ്റൊന്നുമില്ല, സത്യം തന്നെയാണത്. ഞാൻ വോമിറ്റ് ചെയ്യുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? പിന്നെ എല്ലാരും കാണിച്ചിട്ട് വോമിറ്റ് ചെയ്യാൻ പറ്റുമോ? എന്നാലും പുറത്തൊക്കെ നിൽക്കുമ്പോഴും ഛർദില് വരേണ്ടതാണല്ലോ. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഞാനിത് കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കഴിച്ചേക്കാം. ശിവാനി, അത് ശകലം പോലും ബാക്കി വെച്ചേക്കല്ലേ, മുഴുവൻ കഴിച്ചോളണം. ഏട്ടത്തി, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി വ്രതം എടുക്കുന്നു, ശിവാനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു. ഏട്ടത്തി വേറെ ലെവലാ ഏട്ടത്തി. ഒരു വീട്ടിലെ മൂത്ത മരുമകളായ ഇങ്ങനെ വേണം. കാര്യങ്ങളെല്ലാം നോക്കി നടത്താനുള്ള പ്രാപ്തി ഉണ്ട് ഏട്ടത്തിക്ക്. പ്രണവ്, നിർത്ത്. കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് വളവളാന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. വായടച്ചു വെച്ച് എല്ലാരും ഇരുന്ന് കഴിക്കാൻ നോക്ക്. വാടച്ചു വെച്ചിട്ട് എങ്ങനെ കഴിക്കുക ആന്റി? എല്ലാരും കഴിക്കാൻ നോക്കി.